ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BANE 144 വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ചരിത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്താണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുള്ളതും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില സോഷ്യൽ തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിസ്റ്റുകളെ കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റും മറ്റുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്ന അക്കാഡമിക് ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ നമ്മൾ വിഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്തത്, അതിൻ്റെ ചരിത്രം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകളായിരിക്കും നമ്മൾ ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് 1890-നും 1950 ഈ കാലഘട്ടങ്ങൾക്ക് ഇടയിൽ ഈ വിഷ്വൽ ഡേറ്റ ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്നത് വളരെ ക്രമേണമായി കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റൈസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് വിഷ്വൽ ഡേറ്റ 1890 to 1950. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ആന്ത്രപ്പോളജിയിൽ വിഷ്വൽ ഡേറ്റ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പഴയ കാലത്തുള്ള പല ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകളും അവരുടെ ഫീൽഡ് വർക്കിനകത്തുള്ള ഡേറ്റയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിലിംസും ഫോട്ടോസും സൗണ്ട് റെക്കോർഡിങ്സും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അവരുടെ പബ്ലിക് ലെക്ചേഴ്സിലും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കും. കാര്യം ഫീൽഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ചിലും മറ്റുമൊക്കെ പഠിക്കുന്നതാണ്. എന്താണ് അവിടെ കാണുന്ന കാര്യങ്ങൾ റിസർച്ചർ അതേപടി എഴുതിയെടുക്കുന്നു, അല്ലെങ്കിൽ അതേപടി റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഫൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസർച്ചിന് ആവശ്യമായ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീൽഡ് ഡേറ്റാസിനെ അല്ലെങ്കിൽ ഒരു ഫീൽഡ് വർക്കിനെയൊക്കെ കുറച്ചും കൂടി ഒന്ന് എൻട്രി ചെയ്യുന്നതിന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകളും അവരുടെ വർക്കിൽ ഫോട്ടോഗ്രാഫ്സ്, അതായത് ഫീൽഡിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ചിത്രങ്ങളും അല്ലെങ്കിൽ അവരവിടെ നിന്ന് പല ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് റെക്കോർഡിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ്, ഫിലിംസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു രീതി ആ ഒരു വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ആന്ത്രപ്പോളജിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് ആൽഫ്രഡ് കോട്ട് ഹാഡൻ്റെ വർക്ക് എന്ന് പറയുന്നത്. 1898 അദ്ദേഹം ഒരു എക്സ്പെഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ഒരു ടോറസ് സ്ട്രെയ്റ്റ്സ് ഐലൻഡിലേക്ക് ഒരു യാത്ര നടത്തി. അപ്പോൾ ആ യാത്രയിൽ ആ ഒരു പെർട്ടിക്കുലർ ദ്വീപിൽ താമസിക്കുന്ന ആൾക്കാരുടെ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചറിനെ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു യാത്ര അവർ നടത്തുന്നത്. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ള പല കാഴ്ചകളും മറ്റും അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ വീഡിയോഗ്രാഫി ആയിട്ട് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫിലിം പോലെ മേക്ക് ചെയ്യുകയും അതിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏർലി ആന്ത്രപ്പോളജിയുടെ ഹിസ്റ്ററിയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ഫിലിംസ് എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ആൽഫ്രഡ് കോട്ട് ഹാഡിങ് ആയിരുന്നു. അദ്ദേഹം ടോറസ് സ്ട്രെയ്റ്റ് ഐലൻഡിലേക്ക് നടത്തിയിട്ടുള്ള എക്സ്പെഡിഷൻ്റെ ഒരു ഫിലിമായിരുന്നു. അതായത് അവിടുത്തെ ഒരു വീഡിയോഗ്രാഫി അവിടുത്തെ പല കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ റെക്കോർഡിംഗ് പോലെ അവർ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ ഈ ഒരു ടീമിനകത്ത് വേറെയും ഒട്ടനവധി സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ് WHR റിവേഴ്സ്, അതുപോലെ തന്നെ CG സെലിംഗ്മാൻ പോലെയുള്ള ഒരുപാട് ആന്ത്രപ്പോളജിസ്റ്റുകൾ ഇദ്ദേഹത്തെ അക്കമ്പനി ചെയ്ത് ആ ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ വളരെ ആധുനികമായിട്ടുള്ള ഒരുപാട് റെക്കോർഡിംഗ് ടൂൾസും മറ്റുമൊക്കെ ആയിരുന്നു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പെർട്ടിക്കുലർ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡിലേക്കുള്ള ഇവരുടെ ആ വിസിറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് സെൻസസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻസസ് ആയിട്ടുള്ള സൈറ്റ്, സൗണ്ട്, ടേസ്റ്റ്, സ്മെൽ, ഇങ്ങനെയുള്ളതൊക്കെ സിവിലൈസ്ഡ് ആയിട്ടുള്ളതും പ്രിമിറ്റീവ് ആയിട്ടുള്ളതുമായ കൾച്ചറിനെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവർ ആ ഒരു ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ കണ്ട പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ആധുനികമായിട്ടുള്ള പല റെക്കോർഡിംഗ് ടൂൾസ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളതായാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹാഡൻ വിശ്വസിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ഫിലിം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ളൊരു സെൻസറി എക്സ്പീരിയൻസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു കാര്യം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് അതിനകത്തുള്ള മെമ്മറീസ് റീകളക്ട് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റീവൈൻഡ് ചെയ്യാൻ, എല്ലാത്തിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ ഒരു വിഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിലിംസ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന ഓരോ ആൾക്കാർക്കും വളരെ റിച്ച് ആയിട്ടുള്ള സെൻസറി എക്സ്പീരിയൻസസ് ആണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് എന്നൊരു അഭിപ്രായമായിരുന്നു ഹാഡൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരു ലേറ്റർ ആന്ത്രപ്പോളജിയിലെ സയൻറ്റിഫിക് മെത്തേഡ്സിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഒട്ടും സയൻറ്റിഫിക് അല്ല എന്നുള്ള രീതിയിൽ പല ആൾക്കാരും നോക്കിക്കാണുകയും അതിനത്രയും ഒരു റെലവൻസ് ഇല്ലാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
ഇതാണ് അതിൻ്റെ ഒരു ഏർലി ഹിസ്റ്ററിയിൽ ഫിലിംസ് എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. പല ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകളും അവരുടെ ഫീൽഡ് ഡേറ്റയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോസും ഫിലിംസും വീഡിയോ റെക്കോർഡിങ്സും സൗണ്ട് റെക്കോർഡിങ്സും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആൽഫ്രഡ് കോഡ് ഹാഡൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരു എക്സ്പെഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു 1898. അപ്പോൾ ടോറസ് സ്ട്രെയിറ്റ് ഐലൻഡിലേക്കായിരുന്നു ഒരു യാത്ര. അപ്പോൾ അവിടെയുള്ള കൾച്ചറിനെ കുറിച്ച്, അപ്പോൾ അതിൽ കൾച്ചറിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ സിവിലൈസ്ഡ് ആയിട്ടുള്ളതും പ്രിമിറ്റീവ് ആയിട്ടുള്ളതുമായ സൊസൈറ്റിയിൽ ഈ ഒരു സെൻസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അവിടെ അവർ കണ്ട പല കാര്യങ്ങളും അവരൊരു ഫിലിം പോലെ വീഡിയോഗ്രാഫിയിലൂടെയൊക്കെ അവർ പോർട്രേ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഹാഡൻ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിലിംസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള സെൻസറി എക്സ്പീരിയൻസസ് ആണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതായത് നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത് ജസ്റ്റ് കാണുക മാത്രമല്ല, നമ്മളതിനെ കണ്ട് മനസ്സിലാക്കി കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് എന്നുള്ളൊരു ഐഡിയ കൂടി അദ്ദേഹം പറഞ്ഞു. പക്ഷേ പല ലേറ്റർ ആന്ത്രപ്പോളജിയിലുള്ള സയൻറ്റിഫിക് മെത്തേഡ്സിനകത്ത് ഇതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആന്ത്രപ്പോളജിസ്റ്റാണ് ഫ്രാൻസ് ബാവോസ്, അതുപോലെ തന്നെ ബാൽവിൻ സ്പെൻസറിനെയൊക്കെ പോലെയുള്ള ആൾക്കാരെന്ന് പറയുന്നത്. സോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക് ഗില്ലൻ, ഇങ്ങനെയുള്ള ആൾക്കാരും അവരുടെ വർക്ക്സിൽ പ്രോമിനൻ്റ് ആയിട്ട് ഈ ഒരു മൾട്ടിമീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിഷ്വൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ഫോട്ടോഗ്രാഫിയും ഫിലിമും ഒക്കെ യൂസ് ചെയ്യുന്നതിലും ഈ ഫ്രാൻസ് ബാവോസിനെയും അതുപോലെ തന്നെ ബാൽവിൻ സ്പെൻസറിനെയും ഫ്രാങ്ക് ഗില്ലനെയും പോലെയുള്ള ആൾക്കാർ വളരെ ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാവോസ് ഹാഡന് മുന്നേ തന്നെ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് 1894 തന്നെ അദ്ദേഹം ഒരുപാട് എക്സ്പെഡിഷൻസ് മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1894 അദ്ദേഹം ക്യാക്കൂട്ടി ഐലൻഡിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സെറിമണീസും മറ്റുമൊക്കെ അദ്ദേഹം ഫോട്ടോഗ്രാഫ്സിലൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പല അമേരിക്കൻ മ്യൂസിയംസിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആർട്ടിഫാക്ട്സും ഫോട്ടോഗ്രാഫ്സും എല്ലാം അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ബാവോസിന് ഇതൊന്നും തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഒന്നും തന്നെ വിഷ്വൽ റിസർച്ചിന് വേണ്ടി പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഒരു വിഷ്വൽ ആയിട്ടുള്ള നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഈ വിഷ്വൽ മെത്തേഡ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹം എടുത്തിട്ടുള്ള പല റിസൾട്ട്സും പബ്ലിഷ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് വിഷ്വൽസ് എന്ന് പറയുന്നത് ഒരു സർഫസിനെ മാത്രമാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻ ഡെപ്ത് ആയിട്ടുള്ളൊരു ഡേറ്റ ആയിരിക്കണം എന്നില്ല എപ്പോഴും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. നമുക്കതൊരു ജസ്റ്റ് ഒരു സർഫസ് ലെവൽ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ സർഫസ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. കൾച്ചറിനെ മനസ്സിലാക്കാനായിട്ട് അത്തരത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രോമിനൻസ് കൊടുത്തിട്ടുള്ളത് ലാംഗ്വേജിനും ബിഹേവിയറിനും ആയിരുന്നു. അപ്പോൾ കൾച്ചർ പഠിക്കണമെങ്കിൽ ലാംഗ്വേജിനും ബിഹേവിയറിനും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കണം എന്നുള്ളൊരു ആശയം കൂടി ബാവോസിന് ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആന്ത്രപ്പോളജിസ്റ്റുകളായിട്ടുള്ള മാർഗ്രറ്റ് മീഡ്, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ്, ബാവോസിൻ്റെ സ്റ്റുഡൻസ് തന്നെ അവരുടെ റിസർച്ചിൽ മൾട്ടിമീഡിയ മെത്തേഡ്സ് ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് പല ആന്ത്രപ്പോളജിസ്റ്റുകളുണ്ട്. അതിൽ ഫ്രാൻസ് ബാവോസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്രാൻസ് ബാവോസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാൽവിൻ സ്പെൻസർ ആയിക്കോട്ടെ, ഫ്രാങ്ക് ഗില്ലൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ അവരുടെ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിനകത്ത് ഫോട്ടോഗ്രാഫിയും ഫിലിമും ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ബാവോസ് ആയിരുന്നു ഹാഡന് മുന്നേ തന്നെ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 1894 അദ്ദേഹം ക്വാക്കൂട്ടിൽ ഐലൻഡിലേക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്രയുടെ ചിത്രങ്ങൾ ഒരുപാട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒട്ടേറെ അമേരിക്കൻ മ്യൂസിയംസിന് വേണ്ടിയിട്ട് ആർട്ടിഫാക്ട്സും ഫോട്ടോഗ്രാഫ്സും എല്ലാം കളക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും അദ്ദേഹം ഇത് പല റിസൾട്ട്സും അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഡേറ്റാസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സോഴ്സസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് മോർ ഓവർ അദ്ദേഹം എംഫസൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഒരു സർഫസ് ലെവലിലുള്ള ഒരു ഡേറ്റ മാത്രമാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. കൾച്ചറിനെ വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാംഗ്വേജിനും ബിഹേവിയറിനും എംഫസിസ് കൊടുക്കണമെന്നുമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ സ്പെൻസറിൻ്റെയും ഗില്ലൻ്റെയും ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആന്ത്രപ്പോളജിയിൽ വിഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവർ ഓസ്ട്രേലിയൻ അബോറിജിനൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ടും അവരുടെ സ്റ്റഡിയിൽ വിഷ്വൽ ടൂൾസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ് സ്പെൻസറും ഗില്ലനും എന്നാണ് പറയപ്പെടുന്നത്. അവർ ആ ഒരു ഓസ്ട്രേലിയൻ അബോറിജിനൽസിൻ്റെ റിച്വൽസും മറ്റുമൊക്കെ പോർട്രേ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നും ഈ ഫോട്ടോഗ്രാഫ്സ് അവരുടെ ലേറ്റർ ഇൻ്റർവ്യൂസിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്.
പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റേജ്ഡ് സീൻ, അതായത് ഒരു ഡ്രാമ പോലെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ നമ്മുടെ ഒരു മാനിപ്പുലേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സ്പെൻസറിന്റെയും ഗില്ലന്റെയും ഫിലിം ക്യാപ്ചർ ചെയ്തിട്ടുള്ള റിയൽ ലൈഫ് മൊമെന്റ്സ് ആയിരുന്നു. അതായത് എക്സാക്റ്റ് ആയിട്ട് എന്താണോ സംഭവിക്കുന്നത് അതിനെ അതേപടി പകർത്തിയെടുക്കുകയും അതിനുശേഷം ഈ ഫിലിംസും ഫോട്ടോസും ഓഡിയോസും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ഫുള്ളർ പിക്ചർ ആയിട്ടായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി എന്താണ് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ വിഷ്വൽ ആന്ത്രപ്പോളജിയിൽ ആ ഒരു വിഷ്വൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നമുക്ക് സ്പെൻസറിൻ്റെയും അതുപോലെ തന്നെ ഗില്ലൻ്റെയും ഒരു ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷ്വൽ ടൂൾസിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ അബോറിജിനൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെൻസറും ഗില്ലനും വിഷ്വൽ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ആ ഒരു കൾച്ചറിനെ പ്രസൻറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ റിച്വൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഫോട്ടോഗ്രാഫ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റേജ്ഡ് സീനിന് പുറമെ അല്ലെങ്കിൽ സ്റ്റേജ്ഡ് സീനിന് നിന്ന് വ്യത്യസ്തമായിട്ട് അവർ റിയൽ ലൈഫ് മൊമെന്റ്സിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനോടൊപ്പം ഫിലിംസും അതുപോലെ ഫോട്ടോസും ഓഡിയോസും എല്ലാം കൂടി കമ്പൈൻ ചെയ്തൊരു ഫുള്ളർ പിക്ചർ ആയിട്ടായിരുന്നു അവരവരുടെ ഡേറ്റാസും മറ്റുമൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിഷ്വൽ ആന്ത്രപ്പോളജിയിൽ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കകത്ത് നമ്മൾ ഈ ഒരു വിഷ്വൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആന്ത്രപ്പോളജി കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് കൾച്ചറിലും അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം എന്ന നിലയിൽ സൊസൈറ്റി, ഒരു കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന ഈ ഒരു ഡിഫറെൻ്റ് ആയുള്ള ഒരു ആസ്പെക്റ്റിൽ കൂടുതലായിട്ടും ആന്ത്രപ്പോളജി ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ നിന്നും മലിനോസ്കിയും ബാവോസിനെയും പോലെയുള്ള തിങ്കേഴ്സ് ലോങ് ടേം ആയിട്ടുള്ള ഫീൽഡ് വർക്കിൽ എംഫസിസ് ചെയ്യുകയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളെ അവർ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. സോ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എയിം ചെയ്യാൻ ശ്രമിക്കുന്നത് കൾച്ചറിനെ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് സിസ്റ്റം ആയിട്ട് കാണിക്കുക എന്നുള്ളൊരു നിലയിൽ എന്താണ് നമ്മുടെ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ആവുകയും അപ്പോൾ അതിനനുസരിച്ച് അതിനകത്ത് യൂസ് ചെയ്യുന്ന ടൂൾസിലും ഒക്കെ ഡിഫറൻസസ് വരാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആന്ത്രപ്പോളജിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അവർ കൂടുതലായിട്ട് കൾച്ചറിലും സൊസൈറ്റിയിലും ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു കംപ്ലീറ്റ് സിസ്റ്റം എന്ന നിലയിൽ കൾച്ചറിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും ഫോക്കസ്ഡ് ആവാനായിട്ട് തുടങ്ങി. മലിനോസ്കി, ബാവോസ് പോലെയുള്ള പല തിങ്കേഴ്സും ലോങ് ടേം ആയിട്ടുള്ള ഫീൽഡ് വർക്കുകളിൽ എംഫസിസ് ചെയ്ത് ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരുന്ന ഒരു രീതിയെക്കാളും കൂടുതലായിട്ട് നമ്മൾ റിസർച്ചർ അല്ലെങ്കിൽ നമ്മുടെ ആന്ത്രപ്പോളജിസ്റ്റ് ഒരുപാട് സമയം ഒരു ഫീൽഡിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി, ലോങ് ടേം ഫീൽഡ് വർക്കിന് അവർ എംഫസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല ആശയങ്ങളെയും റിജക്റ്റ് ചെയ്യാനും തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് ഡിക്ലൈൻ ഓഫ് വിഷ്വൽ മെത്തേഡ്സ് ഇൻ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം നമ്മൾ ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്ന വിഷ്വൽ ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് കൺസിഡറബിളി കുറയാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ടെക്നിക്സ് ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്നത് അത്രയും തന്നെ റെലവെൻ്റ് ആയിട്ട് കാണുന്ന ഒരു രീതി മാറി. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷ്വൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചത്, അതിന് പകരമായിട്ട് ഇൻസ്റ്റഡ് ആന്ത്രപ്പോളജിയിൽ നമ്മൾ എന്ത് മെഷർ അല്ലെങ്കിൽ മെത്തേഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആൾക്കാർ കൂടുതലായിട്ടും കൾച്ചറിലും സൊസൈറ്റിയിലും ഫോക്കസ്ഡ് ആവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർഫസ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ലോങ് ടേം ആയിട്ടുള്ള ഫീൽഡ് വർക്കിന് അത്രയും തന്നെ എംഫസിസ് കൊടുക്കണമെന്നും മലിനോസ്കിയെ പോലെയുള്ള ആൾക്കാർ ആർഗ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ ആന്ത്രപ്പോളജി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സൈറ്റിലും ഹിയറിങ്ങിലും ആയിട്ട് മാറി. മറ്റ് സെൻസസിനെ എല്ലാം ഒരു പാടെ ഇഗ്നോർ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് കാണുന്നതും കേൾക്കുന്നതും അതിൽ മാത്രമായിട്ട് ആന്ത്രപ്പോളജി കൂടുതൽ എംഫസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റുള്ള ഓരോ സെൻസസിനെയും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു 20-ാം നൂറ്റാണ്ടിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഒരു ഫീൽഡിൽ വിഷ്വൽ ആന്ത്രപ്പോളജി അതുപോലെ തന്നെ മെത്തഡോളജി പോലുള്ള ഓരോ കോൺസെപ്റ്റുകളിലും നമ്മുടെ ഒരു വിഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഗ്രാജുവലി കുറയാനും തുടങ്ങിയത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് ഇവർ കൂടുതലായിട്ടും സൈറ്റിലും ഹിയറിങ്ങിലും ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. മറ്റുള്ള എല്ലാ സെൻസസിനെയും അവർ ഇഗ്നോർ ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്ന വിഷ്വൽ ടെക്നിക്സിൻ്റെ അല്ലെങ്കിൽ വിഷ്വൽ ടൂൾസും കൺസിഡറബിളി കുറയാനായിട്ട് തുടങ്ങി. അത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അതിലുള്ള ഒരു ഡിക്ലൈൻ നമുക്ക് വിസിബിളി കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്രാൻസ് ബാവോസും അതുപോലെ തന്നെ മലിനോസ്കി എല്ലാം ഫോട്ടോഗ്രാഫ്സ് അവരുടെ സ്റ്റഡീസിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പേര് കേട്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ പിന്നീട് അവരും കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യാൻ തുടങ്ങിയത് ഒബ്സർവേഷനിലായിരുന്നു. വിഷ്വൽസിനേക്കാൾ കൂടുതലായിട്ട് ഫീൽഡിലുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം, അതിന് ലേറ്റർ ഇവർ പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മലിനോസ്കി ആണെങ്കിൽ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള
ഒരു ഫീൽഡ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അദ്ദേഹം ഏതാണ്ട് 1100ഓളം ചിത്രങ്ങൾ ഫീൽഡിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം പോലെ അവിടെ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ദെൻ അതുപോലെ അദ്ദേഹം ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ളത് ആൾക്കാർ, അദ്ദേഹം പെർട്ടിക്കുലർ ഫീൽഡിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എത്നോഗ്രാഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലൈഫ് ഓഫ് പീപ്പിളിനെ, അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫ്സ് മുഴുവനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു ആക്ച്വൽ ഫീൽഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ച്വൽ ഫീൽഡ് എക്സ്പീരിയൻസസിൽ നിന്നും ഈ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഫുള്ളി ഇതിനെ മാച്ച് ചെയ്യാനായിട്ട് ഒരു വിഷ്വൽ വർക്ക് എന്ന് പറയുന്നത് ഫീൽഡ് എക്സ്പീരിയൻസസുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഫീൽഡ് എക്സ്പീരിയൻസിൽ ചിലപ്പോൾ റിസർച്ചർ കാണുന്ന അതേ ഒരു ഇൻറ്റൻസിറ്റിയിലായിരിക്കണം എന്നില്ല അതിനെ പെർസീവ് ചെയ്ത് മറ്റുള്ളവരെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാക്ട്ലി ഫീൽഡിൽ എന്താണ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോഗ്രാഫിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട്, അല്ലെങ്കിൽ വിഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി മലിനോസ്കി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അദ്ദേഹം കുറേ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു റിട്ടൺ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യാം എന്നുള്ള ഒരു പ്രാക്ടീസിനെ എംഫസൈസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മലിനോസ്കി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫോട്ടോസ് എന്ന് പറയുന്നത് റിസർച്ചർ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ പ്രസന്റ് ആയിരുന്നു എന്നതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുമെന്നുമാണ് നമ്മൾ പറയുന്നത്. ദെൻ അതുപോലെ പല ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകളും റീഡേഴ്സിന് ഒരു ഫാർ അവേ കൾച്ചറിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി നമുക്കിപ്പം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ് എഴുതി വെക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകളും ഈ ഒരു റീഡേഴ്സിന് ആ ഒരു കൾച്ചറിനെ സെൻസ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈവൻ ഇപ്പോഴും ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യുന്ന രീതി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റൈറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈവൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളും പലതരത്തിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സെറ്റിംഗ്സിൻ്റെ ഫോട്ടോസും മറ്റൊക്കെ അപ്പൻഡിക്സ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ റിസർച്ചിനകത്ത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അന്ന് തുടങ്ങിയ ട്രഡീഷൻ ആണെങ്കിലും ഈവൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് കുറച്ചും കൂടി സയന്റിഫിക് ആവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ വിഷ്വലും സെൻസറിയുമായിട്ടുള്ള ഡീറ്റെയിൽസിനെ റിജക്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഒരു 20th സെഞ്ചുറിക്ക് ശേഷം വരുന്ന ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്കും മിയർ ആയിട്ട് ഈ ഒരു വിഷ്വൽസിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, അതിനകത്തൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് വേണ്ടത്. കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റുകളെയും പഠിക്കണം എന്നുള്ളൊരു നിലയിലൊക്കെ സോഷ്യൽ ആന്ത്രപ്പോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതലായിട്ടും ഡയഗ്രംസ്, മാപ്സ്, ഗ്രിഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതും നല്ലതായിരിക്കുമെന്ന ഒരു ഐഡിയ എമേർജ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. ഇത് ആന്ത്രപ്പോളജി കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആക്കുകയും നമ്മുടെ ഒരു റിയൽ സെൻസറി എക്സ്പീരിയൻസസ് ആയിട്ട് കുറച്ചും കൂടി അതിനെ കണക്റ്റഡ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്ഫുൾ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 20th സെഞ്ചുറിയുടെ ഏർലി പീരീഡ്സിൽ, അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, അതായത് ഒരു വാറിൻ്റെയൊക്കെ ആ ഒരു പീരീഡിൽ ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. കൊളോണിയലിസം പോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു ഷിഫ്റ്റിനെ, ഈ ഒരു വിഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് മാറി ഉള്ള ആ ഒരു ഷിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് തന്നെ കൊളോണിയൽ എഫേർട്സുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു കൺസെപ്റ്റായിട്ട് നോക്കിക്കാണുന്ന പലരും ഉണ്ട് എന്നും നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഒരു വേൾഡ് വാറിനൊക്കെ ശേഷം സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത്. അത് കുറച്ചും കൂടി സബ്ജക്റ്റീവ് ആയിരുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി അത് സയൻറ്റിഫിക് ആവാനായിട്ട് തുടങ്ങി. സയൻറ്റിഫിക് ആവുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സെൻസറി ഡീറ്റെയിൽസിനെയും അതുപോലെ തന്നെ വിഷ്വൽസിനെയും മറ്റുമൊക്കെ റിജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് കൂടുതലായിട്ടും ഡയഗ്രംസ്, മാപ്സ്, ഗ്രിഡ് ഇങ്ങനെയുള്ള ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷ്വൽ റെപ്രസെൻറ്റേഷൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ സ്റ്റഡിയിൽ ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവരങ്ങനെയുള്ള ആ ഒരു കണക്ഷൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വാറിനൊക്കെ ശേഷം പലതരത്തിലുള്ള എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊളോണിയലിസം, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെല്ലാം ഈ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് തന്നെ കൊളോണിയൽ എഫേർട്സുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കിക്കാണുന്ന പലരും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ആ ഒരു പീരീഡിൽ തന്നെയാണ് നമ്മുടെ റോബർട്ട് ഫ്ലഹേർട്ടി, നമുക്ക് ഫിലിം സ്റ്റഡീസിനൊക്കെ എംഫസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് റോബർട്ട് ഫ്ലഹേർട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം ആന്ത്രപ്പോളജിയിൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള
ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒരു ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറഞ്ഞ്. 1922 ആ ഒരു ചിത്രം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ, ഇന്യൂട്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി അവർക്കൊപ്പം താമസിക്കുകയും അവരുടെ ഭാഷ പഠിക്കുകയും അവരുടെ ലൈഫിനെ ഓവർ സെവറൽ ഇയേഴ്സ്, വർഷങ്ങളോളം ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ കൂടെ താമസിച്ച് അവരുടെ ലൈഫിനെ പഠിച്ച് അതിനെ ഫിലിം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം, റോബർട്ട് ഫ്ലഹേർട്ടി എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻ്ററി മെത്തേഡൊക്കെ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൊക്കെ, ഡോക്യുമെൻ്ററി ടെക്നിക്കൊക്കെ വളരെ എമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് റോബർട്ട് ഫ്ലഹേർട്ടിയെ കാണാം. അപ്പോൾ 1922 അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം വരുന്നത്, നാനൂക്ക് ഓഫ് ദി നോർത്ത് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഇന്യൂട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുമായി അദ്ദേഹം വളരെ ദീർഘവർഷക്കാലം അവരുമായി സഹവസിക്കുകയും അവരുടെ ഭാഷ പഠിക്കുകയും എന്നിട്ട് അവരുടെ ഡെയിലി ലൈഫ്സിനെ, ഒരുപാട് വർഷങ്ങളോളം അവരുടെ ഡെയിലി ലൈഫ്സിനെ അദ്ദേഹം ഫിലിം ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളും സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു കൾച്ചറിൻ്റെ ഒരു പവർഫുൾ പോർട്രേയലായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഈ ഒരു വർക്ക് എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്കിനെ അല്ലെങ്കിൽ എഫേർട്ടിനെ വളരെ തോട്ട്ഫുൾ ആയിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടും ഒക്കെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. കാര്യം എന്താണ്, ഇത്രയും ഒരു നമുക്കറിയാം, അലിനോസ്കി പറഞ്ഞു എന്താണ്, എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ഒബ്സർവേഷനിലൂടെ മാത്രമേ അത് ലീഡ് ചെയ്യാൻ കഴിയുള്ളൂ. നിയർ ആയിട്ടുള്ള ഫോട്ടോസിലൂടെ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും വർഷങ്ങളോളം ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഡെയിലി ലൈഫ്സിനെയും റുട്ടീൻസിനെയൊക്കെ ഒരു ഫിലിം ചെയ്ത് അതിനെ പബ്ലിക്കിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു വലിയ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻ്റ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ആദ്യത്തെ ഒരു 40 ഫിലിമിൻ്റെ ഒരു ഫിലിം ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് 40 ഇയേഴ്സ് എന്ന് പറയുന്നത് സൈലൻറ്റ് എറ ഓഫ് ആന്ത്രപ്പോളജിക്കൽ സിനിമ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതായത് ഒരു കൾച്ചറിനെയും മറ്റൊക്കെ ഇതിൽ നിന്ന് അതിനകത്ത് ശബ്ദങ്ങളും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു സൈലൻറ്റ് എറയായിട്ട്, അല്ലെങ്കിൽ അത്രയും തന്നെ ഒരു ഒരു വലിയ ലൗഡ് നോയ്സ് അല്ലെങ്കിൽ ഒരു വലിയ ചേഞ്ച് ഒന്നും കൊണ്ടുവരാനായിട്ടില്ല. അതൊരു 40 ഇയേഴ്സോളം അത് വളരെ സൈലൻറ്റ് എറയായിട്ട് മൂവ് ചെയ്ത് പോയി. ഒരുപാട് ഏർലി അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഒരു കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. ഫിലിംസ് അല്ലാതെ മറ്റെന്തൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിൽ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയുന്നത് ഫ്ലഹേർട്ടിയുടെ മറ്റുമൊക്കെ വർക്കുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്, ഇപ്പോൾ ഫ്ലഹേർട്ടി ആയിക്കോട്ടെ, കൂപ്പർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരും തന്നെ ആന്ത്രപ്പോളജിസ്റ്റുകളായിരുന്നില്ല. എന്നിരുന്നാലും ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ റിമോട്ട് പ്ലേസസിലുള്ള ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻസിനെയും മറ്റുമൊക്കെ പബ്ലിക്കിന് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുമായി ഇൻട്രാക്ട് ചെയ്യുക, അവരുടെ ഭാഷ പഠിക്കുക, അവരുടെ തന്നെ ഒരു ഭാഗമായി വർഷങ്ങളോളം ജീവിക്കുക, അതിനുശേഷം അവരുടെ ലൈഫിനെ പബ്ലിക്കിന് മുന്നിൽ റിവീൽ ചെയ്യുക ത്രൂ ഫിലിംസ് എന്ന് പറയുന്നത് വളരെ എഫേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈവൻ ദോ ആന്ത്രപ്പോളജിസ്റ്റുകൾ അല്ലാതിരുന്നിട്ട് കൂടിയും ഇവർക്ക് ഈ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് മിനിമൽ പ്രസൻസ് ഓഫ് വിഷ്വൽ എന്ന് പറയുന്നത്. അതായത് 1950-നും 1980-നും ഇടയിൽ നമ്മൾ വിഷ്വൽ ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിന് നമ്മൾ ഉപയോഗിക്കുന്ന വിഷ്വൽ ടെക്നിക്സിന് ഒരു വലിയ ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, അതിന് പകരമായിട്ട് അവർ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കാറ്റർ ചെയ്തു എന്നുള്ള കൺസെപ്റ്റുകളാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ, അതായത് ഒരു 90s ഒക്കെ ഇടയിലുള്ള ഒരു മിഡ് പീരീഡിൽ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും ഫിലിമും എല്ലാം ആന്ത്രപ്പോളജിയെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും അതിന് വലിയ രീതിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇവാൻ പെട്രാർക്കിനെയും അതുപോലെ തന്നെ പോൾ സ്റ്റെയറിനെയും ജൂലിയൻ പിറ്റ് റിവേഴ്സിനെയൊക്കെ പോലെയുള്ള ആൾക്കാർ അവരുടെ വർക്ക്സിൽ ഫോട്ടോഗ്രാഫ്സും അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്സും മറ്റൊക്കെ ധാരാളമായിട്ട് ഒരു വിഷ്വൽ എയ്ഡ്സ്, ഫോട്ടോസ്, ഇമേജസ്, വിഷ്വൽസ് ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇല്ലുസ്ട്രേഷൻസ് ആയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു അനാലിസിസിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജസ് ഒക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് യൂണിറ്റിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഇമേജസ് എന്ന് പറയുന്നത് തന്നെ എത്നോഗ്രാഫിക് സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയെ വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ വിഷ്വൽ എയ്ഡ്സ് അല്ലെങ്കിൽ വിഷ്വൽ മെത്തേഡ്സ് പലതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു 1950-80 കാലഘട്ടങ്ങൾക്ക് ഇടയിലേക്ക് വന്നപ്പോഴത്തേക്കും വൈഡായിട്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫ്സും മറ്റൊക്കെ എത്നോഗ്രാഫിക് അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് അത്രയും അക്സെപ്റ്റൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ആന്ത്രപ്പോളജിസ്റ്റുകളായിട്ടുള്ള ഇവാൻ
പിട്രാർക്കിനെ പോലുള്ളവരും പോൾ സ്റ്റെറിങ്ങും എല്ലാം തന്നെ അവരുടെ സ്റ്റഡീസിൽ ഫോട്ടോസ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതൊരു ഇല്ലുസ്ട്രേഷൻ എന്ന നിലയിൽ ജസ്റ്റ് ഒരു അപ്പൻഡിക്സ് പോലെ മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അനാലിസിസിന് വേണ്ടിയിട്ട് അതിനെ ഒന്നിനെ തന്നെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അനാലിസിസിന് വേണ്ടി അവർ കൺസിഡർ ചെയ്യുന്നത് ഫീൽഡിലുള്ള ഒബ്സർവേഷൻസിനെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ 1935 1965 ഇടയിലുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ വിഷ്വൽ ആന്ത്രപ്പോളജി സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിട്ടായിരുന്നു കണക്കാക്കുന്നത്. അതിനകത്ത് ആ ഒരു പീരീഡ് അത്രയും ക്രൂഷ്യൽ എന്ന് പറയുമ്പോഴും അതിനൊരു മൈനർ റോള് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും മാർഗരറ്റ് മീഡ്, USA മാർഗരറ്റ് മീഡും ജീൻ റോച്ച്, അദ്ദേഹം ഫ്രാൻസിലുള്ളതാണ്, അവരെല്ലാം ഈ ഒരു പീരീഡിൽ വിഷ്വൽ എയ്ഡ്സിനെ വളരെ മീനിങ് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ഒരു ഡെവലപ്മെന്റിൽ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ മാർക്ക്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈവൻ ദോ അതിനൊരു മൈനർ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഭയങ്കര എംഫസിസും കാര്യങ്ങളും ഒന്നും ഈ ഒരു പീരീഡിന് വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ആ വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ഒരു മിയർ ഡെവലപ്മെന്റിന് ഈ ഒരു പീരീഡ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മാർഗരറ്റ് മീഡും അതുപോലെ തന്നെ ജീൻ റൗച്ചും എല്ലാം വിഷ്വൽ മെത്തേഡ്സ് ആന്ത്രപ്പോളജിയിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവരെങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിച്ചത് എന്നുള്ളത് നോക്കാം. മാർഗരറ്റ് മീഡ് ഗ്രിഗറി ബാറ്റ്സണുമായിട്ട് ചേർന്ന് ബാലിയിൽ 1942 വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽസ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ടൂളായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഷ്വൽസ് എന്നായിരുന്നു മാർഗരറ്റ് മീഡ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അവർ അവിടെ ബാലിയിൽ ഉള്ള ഒരു എത്നോഗ്രഫിക് കൾച്ചറും മറ്റൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ അവരൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ബാലിനീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്. 1936 39 ഇടയിലായിരുന്നു. അതിനകത്ത് അവർ ഏതാണ്ട് 25,000-ഓളം ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മീഡും ബാറ്റ്സണും വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ എന്ന് പറയുന്നത് നമുക്കൊരു കൾച്ചറിനെ അതുപോലെ തന്നെ ഇമോഷൻസിനെ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഒരു മിയർ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ എഴുതുന്നത് കൊണ്ട് മാത്രം, അതായത് വേർഡ്സ് കൊണ്ട് മാത്രം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഇമോഷൻസും ആക്ഷൻസും കൾച്ചറും എല്ലാം ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് മീഡും ബാറ്റ്സണും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ പറഞ്ഞു ജീൻ റൗച്ചിന്റെ പേര് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ഒരു ജീൻ റൗച്ച് എന്ന് പറയുമ്പോൾ ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയാം. ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം ഏതാണ്ട് 110 ചിത്രങ്ങളോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ആഫ്രിക്കൻ കൾച്ചറിനെ പോർട്രേ ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ജീൻ റൗച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഫ്രിക്കൻ കൾച്ചറിനെ പോർട്രേ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന നിലയിലുള്ള ഏതാണ്ട് 110ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിംസ് പോലെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സിനിമകൾ അങ്ങനെയുള്ള ഒരു രീതിയിലല്ല, അവിടുത്തെ ഒരു ആക്ച്വൽ ലൈഫിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ അൺപോളിഷ്ഡ് ആയിരുന്നു. അതായത് ക്യാമറ ആംഗിൾസ് ഒന്നും ശരിയല്ല, സ്ലാൻഡഡ് ആംഗിൾസ്, അതുപോലെ എഡിറ്റിംഗ് എന്ന് തന്നെ അത്രയും അപ്രോപ്രിയേറ്റ് ആയിരുന്നില്ല. ട്രൈപോഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മളൊരു ഭയങ്കര ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയൊക്കെ ഓടി നടന്നെടുക്കുന്ന അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫിലിംസ് എന്ന് പറയുന്നത് ലാ പിരമിഡ് ഹ്യൂമെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്, ലെസ് മൈട്രസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ചിത്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിലിംസാണ്. ഈ ഫിലിംസിലൂടെ എല്ലാം അദ്ദേഹം പോർട്രേ ചെയ്യുന്നതും ആഫ്രിക്കൻ കൾച്ചറുകളും ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് എത്നോ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സ്റ്റൈല് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് ബ്ലെൻഡിങ്, അതായത് നമ്മുടെ ഒരു ഡോക്യുമെൻ്ററിയും സ്റ്റോറി ടെല്ലിങ്ങും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് എത്നോ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ അതേപോലെ കൊണ്ടുവരുന്നു. അതിൻ്റെ ഒപ്പം കുറച്ചൊരു സ്റ്റോറി ടെല്ലിങ്, ഫിക്ഷണലായിട്ട് കുറച്ച് കൺസെപ്റ്റുകൾ കൂടി കൊണ്ടുവരുന്നതിനെയാണ് എത്നോ ഫിക്ഷൻ എന്ന് പറയുന്നത്. സുജീൻ റൗച്ചാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എത്നിക് ഗ്രൂപ്പിനെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയാണോ സ്റ്റഡി ചെയ്യുന്നത് അവരുടെ ആ സബ്ജക്ട്സിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഫിലിം മേക്കിംഗ് പ്രോസസ്സിന് വളരെ എസെൻഷ്യൽ ആയിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നത്. ഇനി പോസ്റ്റ് വാറിന് ശേഷം എങ്ങനെയായിരുന്നു വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം എങ്ങനെയാണ് ഈ ഒരു വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈവൻ നമ്മൾ ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ തന്നെ ഡിസ്കസ് ചെയ്താണ്. പലർക്കും പല അഭിപ്രായങ്ങളാണ് വിഷ്വൽ ആന്ത്രപ്പോളജിയെ കുറിച്ച് ഉണ്ടായിരുന്നത്. ചിലർ ഇതിനെ അൺസയൻറ്റിഫിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുണ്ട്, ചിലർ പറയുന്നത് വളരെ അപ്രോപ്രിയേറ്റ് ആണ്, നമുക്ക് എമിനൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം, ടെക്നോളജി മറ്റുമൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നുണ്ടെങ്കിൽ പലരും ഇത് സയന്റിഫിക് അല്ല എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡിബേറ്റഡ് മെത്തേഡ് ആണ് എങ്കിലും ഇത് വളരെ വലിയ രീതിയിൽ അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളിൽ വിഷ്വൽ ആന്ത്രപ്പോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1970 കാലഘട്ടങ്ങളിലൊക്കെ ഇതിന് വലിയ രീതിയിൽ റെക്കഗ്നിഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു റെക്കഗ്നിഷനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്
നമ്മുടെ അമേരിക്കൻ ആന്ത്രപ്പോളജിക്കൽ അസോസിയേഷൻ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തു. സൊസൈറ്റി ഫോർ ആന്ത്രപ്പോളജി ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ആന്ത്രപ്പോളജിയെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് 1980s അതിനുശേഷമുള്ള ഒരു പീരീഡിൽ എങ്ങനെയായിരുന്നു ആന്ത്രപ്പോളജി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു 1980s ശേഷം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രാനഡ സെൻറ്റർ ഫോർ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. അവർ ആന്ത്രപ്പോളജിയിലും ഫിലിം മേക്കിങ്ങിലും ഒക്കെ തന്നെ എന്താണ് ഒരു ടീച്ചിങ് ആ ഒരു മേഖലയിലുള്ള എഡ്യൂക്കേഷനായിട്ട് വളരെ എംഫസിസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഗ്രാനഡ സെൻറ്റർ ഫോർ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് 1980 കാലഘട്ടങ്ങളിലായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ കീഴിലാണ് ഗ്രാനഡ സെൻറ്റർ ഫോർ വിഷ്വൽ ആന്ത്രപ്പോളജി വരുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഈ ഒരു വിഷ്വൽ ആന്ത്രപ്പോളജി പഠിപ്പിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് പോലെയുള്ള വിഷ്വൽ ആന്ത്രപ്പോളജി പോലെയുള്ള കൺസെപ്റ്റുകളെ എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിൽ എടുക്കുകയും അതിനൊരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് കൺസിഡർ ചെയ്യാനൊക്കെ തുടങ്ങി. ഇതെല്ലാം അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് അത്രയും വൈഡ്ലി യൂസ്ഡ് ആയിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും പല ആൾക്കാരിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലാൻ ഡൺലോപ്പിനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ ഡേവിഡ് മക്വെലിനെ പോലെയുള്ളവർ, റോഗർ സാൻഡലിനെ പോലെയുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ, അത് എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയാനുള്ളത് ഓസ്ട്രേലിയൻ അബോർജിൻസിൻ്റെ ആ ഒരു ഫിലിമിനെ കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോൾ അവിടെയെല്ലാം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിനെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് വിഷ്വൽ ആന്ത്രപ്പോളജിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ അബോറിജിനൽസിനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത് റിസർച്ചറിനെയും അതുപോലെ തന്നെ ഇൻഡിജിനസ് പീപ്പിളിനെയും സെർവ് ചെയ്യുന്ന ഫിലിംസ് ആയിരുന്നു. അതായത് ഏത് കമ്മ്യൂണിറ്റി ആണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റിക്കും ആ ഒരു ഫിലിം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഫർദർ അതിനെ ഫോളോ ചെയ്ത് വരുന്ന റിസർച്ചേഴ്സിനും അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പ്സിനെയും സെർവ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല വർക്ക്സും അതിന് യൂസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1970 ആയ സമയത്ത് ഇൻഡിജിനസ് മീഡിയ എന്ന് പറയുന്നത് വിഷ്വൽ ആന്ത്രപ്പോളജിയിൽ വളരെ വലിയ രീതിയിൽ പോപ്പുലറായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു 80s ആ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും ഉണ്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 80s ആൻഡ് ലേറ്റർ, അല്ലെങ്കിൽ ഒരു 1980 മുന്നേയും അതിന് ശേഷമൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നതാണ് ഗ്രാനഡ സെൻറ്റർ ഫോർ വിഷ്വൽ ആന്ത്രപ്പോളജി. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ കീഴിലായിരുന്നു അത് വന്നിരുന്നത്. അവർ ഫിലിം മേക്കിങ്ങും അതുപോലെ തന്നെ വിഷ്വൽ ആന്ത്രപ്പോളജിയും ഒക്കെ പഠിപ്പിക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിഷ്വൽ ആന്ത്രപ്പോളജി വളരെ വലിയ രീതിയിലാരും തന്നെ അത്രയും എംഫസിസ്ഡ് അല്ല. ക്രിറ്റിസിസം ഒക്കെ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എങ്കിലും പല ഗ്രൂപ്പ്സിനെയും ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട്. പല ആന്ത്രപ്പോളജിസ്റ്റുകളുടെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. ലാൻ ഡൺലോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് മക്വെലിനെയും പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇത് വലിയ രീതിയിൽ വിഷ്വൽ ആന്ത്രപ്പോളജി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ഓസ്ട്രേലിയൻ അബോറിജിൻസിനെയൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിലും ഒക്കെ ഈ ഒരു വിഷ്വൽ ആന്ത്രപ്പോളജി വലിയ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ബോത്ത് ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെയും അതായത് ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയും റിസർച്ചറിനെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ ഒരു എംഫസിസ് പല രീതിയിലും ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ചിലയിടത്തു നിന്നൊക്കെ ഇത് മിസ് ഔട്ടായി പോകാനും തുടങ്ങി എന്നാണ്. അതായത് മിനിമലായിട്ട് ഇതിൻ്റെ ഒരു പ്രസൻസ് വരാനായിട്ട് തുടങ്ങിയ ഒരു പീരീഡായിരുന്നു 1950-80 കാലഘട്ടങ്ങളെന്ന് പറയുന്നത്. എന്നിരുന്നാലും പലരും ഇതിനെ വലിയ രീതിയിൽ എംഫസൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് ആന്ത്രപ്പോളജി മാറിയെങ്കിലും പലരും പല ആസ്പെക്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിഷ്വൽ എയ്ഡ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു അനാലിസിസിന് വേണ്ടി അല്ലാതെ എങ്കിലും ഒരു അപ്പൻഡിക്സ് എന്ന നിലയിൽ കൂടിയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഒരു ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ഇമേജസോ പിക്ചേഴ്സോ ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ യൂണിറ്റിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് റിഫ്ലെക്സിവിറ്റി ടേൺ ഇൻ 1980s. അതായത് 1980 ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം, ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 20th സെഞ്ച്വറിയുടെ അവസാനമൊക്കെ ആയ സമയത്ത് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എത്നോഗ്രാഫിക് ഫിലിം മേക്കിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതായത് അത്രയും നാൾ നിലനിന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ്, വിഷ്വൽ ആന്ത്രപ്പോളജിക്ക് പകരമായിട്ട് എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു വൈഡ്ലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1980-കൾക്കും 1990-കൾക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ആ ഒരു പീരീഡൊക്കെ ആയ സമയത്ത് ഈ ഫിലിംസ് എന്ന് പറയുന്നത് ഒരുപാട് സബ്ജക്റ്റീവ് ആവുകയും അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് ആവുകയും ചെയ്തു. ഒരു സയൻറ്റിഫിക് ടൂൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട്
അല്ലെങ്കിൽ ആ വസ്തുനിഷ്ഠതയിൽ മാത്രം ഊന്നി നിൽക്കുന്നതിന് പുറമെ ഇത് കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ആകാനും അതുപോലെ തന്നെ സബ്ജക്റ്റീവായിട്ട് നിലനിൽക്കാനും ഒക്കെ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 20th സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേക്കും വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എത്നോഗ്രാഫിക് ഫിലിം മേക്കിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു 1980-കൾ അല്ലെങ്കിൽ 1990-കളുടെയൊക്കെ ഇടയിൽ ഈ ഒരു ഫിലിംസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആവാനും റിഫ്ലക്റ്റീവ് ആവാനായിട്ടും തുടങ്ങി. അതായത് ഫിലിംസ് ഒരു സയൻറ്റിഫിക് ടൂൾ മാത്രമല്ല, അതിനകത്ത് സബ്ജക്റ്റിവിറ്റിക്ക് ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു നിലയിൽ അതിനകത്ത് ഡെവലപ്മെൻറ്റ്സ് വരാനായിട്ട് തുടങ്ങി. അതിൽ നമുക്ക് നോക്കാനുള്ളത് ജീൻ റൗച്ചിൻ്റെയും അതുപോലെ തന്നെ ഡേവിഡ് മെക്വെലിൻ്റെയൊക്കെ ചില ആശയങ്ങളാണ്. അപ്പം ജീൻ റൗച്ച് ആയാലും ഡേവിഡ് മെക്വെൽ ആയാലും അവർ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് സയൻസിനെ മാത്രം സെർവ് ചെയ്യണം എന്നുള്ളൊരു ആശയത്തെ ചലഞ്ച് ചെയ്തിട്ടുള്ളവരായിരുന്നു. അതായത് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഒരു കൾച്ചറിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോഗ്രഫീസ് ഓർ ഫോട്ടോസ് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയാസ് എന്ന് പറയുന്നത് തന്നെ യൂസ്ഫുൾ അല്ല എന്ന് കണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ പറഞ്ഞതാണ് അല്ലേ. അതായത് ക്രിറ്റിസിസം ആയിരുന്നു, ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു ഈ ഒരു ആന്ത്രപ്പോളജിയിൽ വിഷ്വൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിന് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും സയൻറ്റിഫിക് അല്ല എന്നുള്ളൊരു ആശയമൊക്കെ ആൾക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് സയൻസിനെ മാത്രം സെർവ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ള ആശയത്തെ ജീൻ റൗച്ചും അതുപോലെ തന്നെ ഡേവിഡ് മെക്ഡോവലും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഉണ്ടായത്. അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു സബ്ജക്റ്റിവിറ്റി ആൻഡ് റിഫ്ലെക്സിവിറ്റിക്ക് സ്കോപ്പ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് അതുപോലെ അതിനോടൊപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിംസിനെ നമുക്ക് ആന്ത്രപ്പോളജിക്കൽ റൈറ്റിങ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം, അതിനകത്തായിരുന്നു അവർ ഫോക്കസ് ചെയ്തത്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഫീൽഡിൽ പോയിട്ട് ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നു, അത് എഴുതുന്നു, ആ എഴുതുന്ന കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫിലിമും തമ്മിൽ കണക്ഷൻസോ റിലേഷൻസ് എങ്ങനെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിൽ അവർ എംഫസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പുതിയ സ്റ്റൈലായിട്ട് ഇത് എമേർജ് ചെയ്ത് വരുന്നു. 1990s ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു പുതിയ സ്റ്റൈൽ ഭയങ്കര പ്രോമിനൻ്റ് ആവാനായിട്ട് തുടങ്ങി. ആൻഡ് അതുപോലെ തന്നെ എസ്പെഷ്യലി ഒരു പുതിയ തിയറി പോലെയായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഒരു പുതിയ തിയറീസ് എന്ന നിലയിൽ ഇത് ഫോക്കസ് ചെയ്യുന്ന ബോഡിയിലും എക്സ്പീരിയൻസിലും ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബോഡി ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ കാണുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സിലൂടെ നമ്മൾ ശേഖരിക്കുന്നതും ആൻഡ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന കണ്ടന്റ് അത് തമ്മിലുള്ളൊരു റിലേഷൻ എന്ന നിലയിൽ ഒരു തിയറിറ്റിക്കൽ ഫോമിലേക്ക് ഇത് ഡെവലപ്ഡ് ആയിട്ട് വരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ സയൻറ്റിഫിക് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് ഒന്ന് ഡിക്ലൈൻ ആവാനായിട്ട് തുടങ്ങി. കാര്യം അത് വളരെ പേഴ്സണലായിരുന്നു. സയൻറ്റിഫിക് ആന്ത്രപ്പോളജി വളരെ പേഴ്സണലായിരുന്നു, എക്സ്പെരിമെൻ്റലായിരുന്നു. അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ആയിരുന്നു, പുതിയ ടെക്നോളജി വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ആന്ത്രപ്പോളജി ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ ഒരു മേഖലയിൽ പുതിയ ഒട്ടേറെ ഡെവലപ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് ജസ്റ്റ് കൾച്ചറിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള നിലയിൽ നിന്ന് മാറി അതിനും അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പുതിയ ഒരുപാട് വിഷ്വൽ മീഡിയ ടെക്നോളജീസ് ആൻഡ് ടൈപ്സ് ഒക്കെ ഇവർ ഇതിനകത്ത് യൂസ് ചെയ്യാനും തുടങ്ങി എന്നാണ് പറയുന്നത്. സാറാ പിങ്കിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് സെൻസറി ആന്ത്രപ്പോളജി ആണ് എന്നാണ് അവർ പറയുന്നത്. അതായത് എങ്ങനെയാണ് വിഷ്വൽസിനെ നമ്മൾ മറ്റ് സെൻസസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം കാണുന്ന സമയത്ത് മറ്റ് സെൻസസ് ആയിട്ടുള്ള ടച്ച്, സ്മെല്ല്, സൗണ്ട് ഇതൊക്കെ ആയിട്ട് നമ്മൾ വിഷ്വൽസിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സെൻസറി ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. ഇനി മെക്ഡോവലാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു നോളജ് എന്ന് പറയുന്നത് നമുക്ക് വിഷ്വൽ മീൻസിലൂടെ മാത്രമായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചിലതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻസസ് യൂസ് ചെയ്യണം. വാട്ട് ആർ ദ തിങ്സ് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിക്ക് വേണ്ടത് എപ്പോഴും നമ്മുടെ സെൻസസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എന്നുള്ളതാണ് ആ ഒരു 2 പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതായത് നമ്മൾ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിന് എപ്പോഴും ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി ഒരു പ്രസൻറ്റ് ഡേയിൽ കണ്ടംപററി വേൾഡിലുള്ള ആന്ത്രപ്പോളജി എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1999-നും 2001-നും ഒക്കെ ഇടയിലുള്ള ഒരു ടൈമിൽ വിഷ്വൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫീൽഡ്സിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ഒരു ഡോക്യുമെൻ്ററി, ഫിലിം മേക്കിംഗ്, ഫോട്ടോഗ്രാഫ്സ് എന്നൊക്കെ പറയുന്നത് പല റിസർച്ചിലും വളരെ എമിനൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പാർട്ടിസിപ്പേറ്ററി ആയിട്ട് റിഫ്ലക്റ്റീവായിട്ട് മാറി. അതായത് ഒരു നമ്മൾ റിസർച്ച് ചെയ്യുന്നു, ഒരു ഡോക്യുമെൻ്ററി അതാണ് നമ്മളിപ്പം തന്നെ നമുക്കറിയാം പല ഇവൻറ്റുകളും അല്ലെങ്കിൽ പല ചാനൽസും മറ്റൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഡോക്യുമെൻ്ററീസും മറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമുക്ക് സൊസൈറ്റിയിൽ സ്പെഷ്യൽ എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഓരോ ഇവൻറ്റിനെയും
നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇൻ്റർവ്യൂസിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ ആക്ഷൻസിലൂടെ, അവരുടെ കൾച്ചറലോ റിലീജിയസോ റിച്വൽ പ്രാക്ടീസസിലൂടെയൊക്കെ നമ്മളതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് ഇൻ്റർവ്യൂസിലൂടെ അല്ലെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോഗ്രാഫീസിൻ്റെയൊക്കെ ഹെൽപ്പോടു കൂടിയും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്ററി ആയിട്ട് മാറുന്നു, കുറച്ചുകൂടി റിഫ്ലക്റ്റ് ചെയ്യുക, ഒരു കൾച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ എത്നോഗ്രാഫിക് ഫിലിംസ് തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയയുടെ വരവോടുകൂടി ഇത് ഈ ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ചീപ്പർ ആൻഡ് ഈസിയർ ആയിട്ടും മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്തുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ടും എൻകറേജ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി എലോങ് വിത്ത് ഒരു റിട്ടൺ തിയറിയോടൊപ്പം വിഷ്വൽ ടൂൾസിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയും ഫിലിം മേക്കിങ്ങിനെയും എങ്ങനെ കമ്പൈൻ ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സിനിമകളെക്കാൾ ഉപരി കുറച്ചുകൂടെ തിയറിറ്റിക്കലി റിച്ച് ആയിട്ടുള്ള സിനിമകളെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ആസ്പെക്റ്റിലാണ് ഇന്നത്തെ ആൾക്കാർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയും ആസ്പെക്റ്റുകളാണ് നമുക്ക് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ചെക്കൗട്ട് ചെയ്തത്, അതിൻ്റെ ഒരു ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെയാണ്, ഇടയ്ക്ക് ഏതൊക്കെയോ പീരീഡ്സിൽ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഡിമിനിഷ് ആയും പല ക്രിറ്റിസിസംസും മറ്റുമൊക്കെ നേരിട്ടിട്ടുള്ള ഒന്നാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ലേറ്ററും അത് അതിൻ്റേതായുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് കാണുന്ന എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.